വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ വീണ്ടും ഫുക്കറ്റിൽ തന്നെയാണ്, തായ്ലൻഡിലോട്ടോ. അവിടുത്തെ നൈറ്റ് ലൈഫാണ് കാണിക്കാൻ പോണേ. ഇന്നലെ നമ്മൾ കണ്ട ആ സ്ട്രീറ്റിന്റെ നൈറ്റ് ലൈഫാണ് കാണിക്കുന്നത് കേട്ടോ. നൈറ്റ് ലൈഫിന്റെ വീഡിയോ. ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ, മ്യൂസിക് ഭയങ്കര സൗണ്ടാണ്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് മ്യൂസിക് കേൾപ്പിക്കാം, എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഭയങ്കര ഡിസ്റ്റർബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ലൈറ്റാണ്. അത് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ലൈറ്റ് ഭയങ്കരമാണ് കേട്ടോ. അതിങ്ങനെ വരുന്നുണ്ട്, വീഡിയോ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഡേയിൽ ഒരു കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടാവില്ല, അത്രയ്ക്ക് തിരക്കാണ്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാ സ്ഥാപനങ്ങളും തുറന്നിരിപ്പുണ്ട്. എല്ലാ സ്ഥാപനങ്ങൾക്കും അതിഭയങ്കരമായ ലൈറ്റ് ഉണ്ട്. ജനങ്ങൾ ഇങ്ങനെ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ദേ ഇവിടെ ഒരുത്തൻ ഇരിപ്പുണ്ട്, അവനിവിടെ മ്യൂസിക് ഒറ്റയ്ക്ക് അവതരിപ്പിക്കുകയാണ് കേട്ടോ. അവന് സ്ട്രീറ്റ് ഡാൻസും ഉണ്ട്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ തളർന്ന അളി അങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും അളിയൻ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഇവിടുത്തെ ഒറിജിനൽ ശബ്ദം കേൾപ്പിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ഒറിജിനൽ മ്യൂസിക് കേട്ടില്ലേ, നല്ല മ്യൂസിക്കാണ്. പക്ഷെ അത് ചിലപ്പം അരോചകമായിട്ട് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ കേട്ടിരിക്കണമല്ലോ. കണ്ടില്ലേ, എല്ലാ റെസ്റ്റോറൻറ്റുകളിലും നല്ല സ്റ്റൈലൻ മ്യൂസിക്കും അതുപോലെ തന്നെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ യൂട്യൂബിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനപ്പുറത്തോട്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അഥവാ ഞാൻ വല്ലതും കാണിച്ചാൽ തന്നെ ഇത് വീഡിയോ അവര് ഡിലേറ്റ് ചെയ്ത് കളയും കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു ലിമിറ്റിനെ കാണിക്കുന്നുള്ളൂ. തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ടൂറിസം എല്ലാ രീതിയിലും ഓപ്പൺ ആണ്. ഇത് എവിടെ കണ്ടല്ലോ, ലേഡീസൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ടോ. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ അതിന് ഭയങ്കരമായ സീനാണ്. പക്ഷെ അതൊന്നും കാണിക്കാനുള്ള നിവർത്തിയില്ല. ഇനിയിപ്പോൾ നമുക്കൊരു അടിപൊളി സ്ട്രീറ്റ് ഡാൻസ് കാണാം. കേട്ടില്ലേ, നല്ല ഒറിജിനൽ മ്യൂസിക് കേട്ടല്ലോ നിങ്ങൾ. പിന്നെ എനിക്കിന്ന് തൊണ്ടയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അവിടെ നിന്ന് കാലാവസ്ഥ കുറച്ച് പ്രോബ്ലംസ് ആയിട്ടുണ്ട്. തൊണ്ട സംസാരിക്കുമ്പോഴത്തേക്കും ചെറിയ അടപ്പുണ്ട്. അത് കാരണം സംസാരിക്കുമ്പോൾ ശബ്ദത്തിന് വളരെ വ്യത്യാസമുണ്ട്. നിങ്ങൾ അതൊന്ന് മാനേജ് ചെയ്യണം കേട്ടോ. ശരിക്കും ആൾക്കാരുണ്ട് കേട്ടോ ഈ സ്ട്രീറ്റ് ഡാൻസ് കാണാൻ വേണ്ടി. ശരിക്കും ആൾക്കാർ ഉണ്ട്. അവർ ബോക്സ് വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ എമൗണ്ട് അതിനകത്ത് നിക്ഷേപിക്കുക. ആവശ്യം പോലെ യൂറോപ്യൻസ് ഒക്കെ ഇങ്ങനെ നോക്കിയൊന്ന് കാണുക. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ പരിപാടി.
എന്തായാലും ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള പരിപാടിയാണ്. ചെറുപ്പക്കാരാണ് കേട്ടോ, ചെറുപ്പക്കാർ നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ കറക്റ്റ് സ്ട്രീറ്റ് ഡാൻസ്. അവരൊരു പ്രത്യേക പ്ലാസ്റ്റിക് ഒക്കെ അവിടെ പൊട്ടിച്ചു വെച്ച് അതിലാണ് ഇവര് ഡാൻസ് ചെയ്യുന്നത്. നോക്കിയാൽ അടിപൊളി. എന്തായാലും സൂപ്പർ എനർജറ്റിക് പ്രോഗ്രാം തന്നെ ഇത്. അവർക്ക് പൈസ കൊടുത്താലും മുതലാവും. പക്ഷെ ആൾക്കാരൊന്നും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഞാനൊരു 100 ബാത്ത് കൊടുത്തു എന്തായാലും. ഞാൻ ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കും. ആൾക്കാരൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഫോറിനേഴ്സ് ഒക്കെ അവർ ഇത് കണ്ടു നിൽക്കുന്നേ ഉള്ളൂ, ആരും കൊടുക്കുന്നില്ല. ഫോറിനേഴ്സ് അതായത് യൂറോപ്യൻസ്, അവരൊക്കെ അവര് നോക്കി നിൽക്കുന്നല്ലാതെ കാശ് കൊടുക്കുന്നില്ല അവരാരും. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് സംഭവം. ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇവർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വല്ലതും കൊടുക്കണം, അതും കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യാനുള്ളത്. സ്ട്രീറ്റ് നിറഞ്ഞ ആൾ നിൽക്കാണ് കേട്ടോ, 4 സൈഡിലും ആൾക്കാരുണ്ട്. ആൾക്കാർ ഇങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, കുറച്ച് ആൾക്കാരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിലര് പിന്നെ ഒന്നും കൊടുക്കുന്നില്ല. എന്തായാലും ഒരു പരിപാടി കഴിഞ്ഞ് നമ്മൾ സ്ട്രീറ്റിൽ കൂടി വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ തട്ടുപൊളിപ്പൻ ഡാൻസ് കിടക്കുന്നുണ്ട്. മറ്റേ ബിയർ ഇങ്ങനെ വെക്കുന്ന അതിന്റെ പ്രൊമോഷൻസ് ആണ് അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ. 3 ബിയർ 70 ബാത്ത്, അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ സൂപ്പർ ഡാൻസ് കിടക്കുന്നുണ്ട് കേട്ടാ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ബിയർ കണ്ട ഇവിടെ 79, അപ്പുറത്ത് 70. അടിപൊളി സീനാണ്, പക്ഷെ അത് കാണിക്കാൻ ഒരു സംഭവിച്ചില്ല. അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ബിയറിന്റെ പ്രൊമോഷന്റെ ബോർഡ് വെച്ചിട്ട് മറച്ച്. ഭയങ്കര തിരക്ക് കേട്ടോ, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ജനങ്ങൾ ആവശ്യം പോലെ ഇറങ്ങി നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ട്രീറ്റിൽ കൂടി രാത്രിയാകുമ്പം വാഹനങ്ങൾ ഓടാൻ പാടില്ല, വാഹനം ബ്ലോക്ക് ചെയ്യും കേട്ടോ. 2 സൈഡിലും ബ്ലോക്ക് ചെയ്യും. പക്ഷെ അതൊരു 200-300 മീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ അവിടെ ഫുള്ള് മ്യൂസിക്കാണ്. അവിടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അടിപൊളി മ്യൂസിക്. റെസ്റ്റോറന്റ് നിറച്ച ആൾക്കാരും ഉണ്ട്. പിന്നെ ഇത് കാണാനായിട്ട് ഇങ്ങനെ ആൾക്കാർ നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നടക്കുന്നത് ബീച്ചിന്റെ ഭാഗത്തേക്കാണ്. അതിൽ നമ്മൾ രാവിലെ കണ്ടപ്പോൾ ഇവിടെ ഒരുത്തരും ഇല്ലായിരുന്നു. 1-2 ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നവരും ലഞ്ചിനും ഒക്കെ വന്ന ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് ഒരു ബിയറൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇവരെല്ലാം ഉറങ്ങുമായിരുന്നു. രാത്രി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ ലൈറ്റാണ്, നല്ല ആവശ്യം പോലെ ലൈറ്റുകൾ ഇവർ വെച്ചിട്ടുണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിയാൽ ഒരു പോലീസും ഇല്ല, പട്ടാളവും ഇല്ല, സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. ഫ്രീ ഫ്രീ. നമ്മുടെ നാട്ടിലും കാണാൻ ഇങ്ങനെ ഒരു സീനുണ്ടോ? ഇല്ല. നമ്മള് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ കങ്കാരു ബാറ്. എന്താ നോക്കിയേ, ഇപ്പൊ ഫുള്ളാണ് ജനങ്ങൾ കണ്ട. അവിടെ യൂറോപ്യൻ സായിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ അവന്റെ കൂടെ ഒരു പെണ്ണും ഉറപ്പായിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ടൂറിസത്തിന്റെ ഭാഗമാണ് കേട്ടോ. അന്ന് അവർക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അവിടെ പോയാൽ ലേഡീസിന് ഗൈഡ് ആവശ്യം പോലെ കിട്ടും. അറബ്സ് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. അറബ് കൺട്രിയിൽ നിന്ന് ജനങ്ങൾ ആവശ്യം പോലെ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസ് ആവും, എവിടെ കയറണം, ഏത് പബ്ബിൽ കയറണം, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ശരിക്കും കൺഫ്യൂസ് ആവും. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നിനോടൊന്ന് മെച്ചമാകുന്ന രീതിയിലുള്ള മ്യൂസിക്കും ഡാൻസും ആണ് നടക്കുന്നത്. അല്ല, എല്ലാവരും വീഡിയോയും ഫോട്ടോസും എടുക്കുകയാണ്. മാക്ഡൊണാൾഡ്സ് കേട്ടോ ഒരു മനുഷ്യനില്ല. അല്ലെങ്കിൽ ഇപ്പൊ പൊതുവെ മാക്ഡൊണാൾഡ്സിൽ ആള് കുറവാണ് കേട്ടോ. ഇനിയും ഇതിലും മെച്ചമായ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ
നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.